മഹാദേവിയേ ശരണം. കണ്ടോ അമ്മ വന്നിരിക്കുന്നത് കണ്ടോ? ഓരോ കുഞ്ഞിനെയും മടിയിലെന്ന പോലെ ആശ്വാസമായിട്ട് അമ്മ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സമയം. വിഷുക്കൈനീട്ടം നൽകുന്നതിന് വേണ്ടി അമ്മ ഓരോരുത്തർക്കും അരികിലായിട്ട് എത്തിയിരിക്കുന്നത് കാണുന്നില്ലേ? ആണമേളങ്ങളോടെ അമ്മയെ ഗ്രഹിക്കുക. അതേപോലെ തന്നെ ഭക്തജനങ്ങളിങ്ങനെ നിറഞ്ഞു ക്യൂവാണ്. വരുന്ന ഓരോരുത്തർക്കും വിഷുക്കൈനീട്ടം ലഭിച്ചില്ലേ എന്ന അമ്മയുടെ ശ്രദ്ധയുണ്ട് ഓരോരുത്തരുടെ ഇടയിലും. കണ്ടോ അത്രമാത്രം ജനങ്ങളാണ്. നേരം വെളുക്കുമ്പോൾ തുടങ്ങുന്ന ക്യൂ ആണ്. എത്ര സമയം നീണ്ടു നിൽക്കുമെന്ന് നമുക്കത് പറയാൻ കഴിയില്ല. എല്ലാ ആൾക്കാർക്കും വിഷുക്കൈനീട്ടം കൊടുത്തു തന്നെയാണ് ദേശക്കാരനവർ അമ്പലത്തിൻ്റെ കമ്മിറ്റി അവർ കൃത്യമായ രീതിയിലൂടെ ഓരോരുത്തർക്കും ഈ വിഷുക്കൈനീട്ടം നൽകുകയാണ്. കണ്ടോ ഭക്തജനങ്ങളുടെ ക്യൂ കണ്ടു. ഭഗവതി കണ്ടു തൊഴുത് വിഷുക്കൈനീട്ടവും വാങ്ങിയിട്ടാണ് അവർ വീട്ടിലേക്ക് പോകാറുള്ളത്. അതിൽ പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും അപാലം ജനങ്ങൾ എല്ലാവരും ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് ഉച്ചവരെ നീണ്ടു നിൽക്കും ഈ ക്യൂ അവസാനിക്കാൻ. അത്രമാത്രം ധനധാന്യാഭിവൃദ്ധിയാണ് നമ്മുടെ ഭഗവതി. കണ്ടില്ലേ എത്ര മനോഹരമാണ് ഭഗവതി. ഓരോരുത്തരുടെ കൂടെയാണ് കണ്ടോ എല്ലാവരെയും നിറഞ്ഞ് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി സർവൈശ്വര്യം അവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നതിന് വേണ്ടി ഭഗവതി എപ്പോഴും കൂടെ ഉണ്ടാവും. ഭഗവതി ഇപ്പോൾ അകത്തല്ല, മനുഷ്യൻ്റെ ഓരോരുത്തരുടെയും ഉള്ളിലാണ്. നാലകത്തല്ല ഭഗവതി ഉള്ളത്, മനുഷ്യരുടെ മനസ്സിലാണ്. എല്ലാ ആൾക്കാരും എത്ര ഭക്തിയോടെയാണ് ക്ഷീണിക്കുന്നത്. ഒരു വഴക്കുമില്ലാതെ ഓരോരുത്തരും കൃത്യസമയത്ത് തന്നെ ഭഗവതിയുടെ ഒരു രൂപ നാണയമാണ് കിട്ടുന്നത്. പക്ഷേ അതിൽ അവർക്ക് ഭയങ്കര വിശ്വാസമാണ്. എല്ലാ ആൾക്കാരും അതെല്ലാം വാങ്ങിയിട്ടാണ് സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരികെ പോകുന്നത്. കാലങ്ങളായിട്ടുള്ള ഒരു രീതിയാണിത്. കണ്ടോ കൊടുക്കുന്നതുകൊണ്ട് അത്രമാത്രം സന്തോഷത്തോടുകൂടി ദേശക്കാരനോട് ഇരുന്നുകൊണ്ട് എല്ലാ ആൾക്കാർക്കും വിഷുക്കൈനീട്ടം കൊടുക്കുകയാണ്.